ജീവനും
ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. സാൽവേഷൻ ആർമി തിരുവല്ല ഡിവിഷൻ യൂത്ത് മിഷൻ ടീമിൻ്റെ അഭിവാദനങ്ങൾ. സമാധാനത്തിൻ്റെയും മാധുര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ക്രിസ്മസ് കാലം കൂടി വരവായി. അലങ്കാര വിളക്കുകളും നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ആ സുദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നു.
വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യം. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും. സ്വർഗത്തിൽ വസിക്കേണ്ട ക്രിസ്തു സ്വർഗത്തിൻ്റെ മഹിമ വിട്ടിറങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസമാണ് ക്രിസ്തുമസ്. ഇന്നു മുതൽ അവൻ നമുക്ക് സ്വന്തം. നാം പറഞ്ഞു കേട്ട അല്ലെങ്കിൽ വായിച്ചറിഞ്ഞ ഒരു പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പകർന്നു തന്ന ദൈവിക സങ്കല്പങ്ങളെ ലംഘിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ തൻ്റെ പിറവിയിലൂടെ ലോകത്തിൻ്റെ പാപം പോക്കാൻ പിതാവിൻ്റെ ഇഷ്ടത്തിന് വിധേയനാകുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസം. ദൈവം താൻ ദൈവമാണെന്ന് മറന്നുപോയ തിരുനാളാണ് ക്രിസ്തുമസ്. സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നിക്കുന്ന പാതിരാവിൻ്റെ കഥയാണ് ക്രിസ്തുമസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ദൈവിക വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം കൂടെയാകുന്നു ഈ തിരുനാൾ. ഇന്നു മുതൽ എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ വിജയപരാജയങ്ങളിൽ, എൻ്റെ സന്തോഷങ്ങളിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടാകുന്നു എന്ന ഉറപ്പാണ് ക്രിസ്മസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇടയന്മാർക്ക് വഴികാട്ടിയായ നക്ഷത്രം, പുൽത്തൊഴുത്തിൽ ഉണ്ണിയേശുവിന് കാഴ്ചകളേകുന്ന രാജാക്കന്മാർ, ഇവരെയൊക്കെയും അനുസ്മരിക്കും വിധം നാം വീടുകളിൽ പുൽക്കൂടുകൾ ഒരുക്കിയും നക്ഷത്രങ്ങൾ തൂക്കിയും പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ നൽകിയും ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ഇന്ന് 160 രാജ്യങ്ങളിലായി 2 ബില്യണിലധികം ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കരുതലിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഒക്കെ മിശ്രിതമായ ഒരു അനുഭവമാണ് തിരുപ്പിറവിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഏലി വീസൽ എഴുതിയ നൈറ്റ് എന്നൊരു പുസ്തകമുണ്ട്. 1944-45 കാലഘട്ടങ്ങളിൽ യൂറോപ്പിലെ 2ാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മൻ തടങ്കൽ പാളയത്തിൽ തൻ്റെ പിതാവുമായൊത്തുള്ള അനുഭവത്തെയാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. ഈ പുസ്തകത്തിൽ ഹൃദയസ്പർശിയായൊരു രംഗമുണ്ട്. നാസികൾ 1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു, അതും തൂക്കിക്കൊല്ലാൻ. ഭാരക്കുറവ് മൂലം പിടഞ്ഞു മരിക്കാൻ കഷ്ടപ്പെടുന്ന കുഞ്ഞിനെ കണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുന്നു: ദൈവം എവിടെ? ഇതൊന്നും കാണാത്ത ദൈവം ദൈവമാണോ? അത് കേട്ട് അടുത്ത് നിൽക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറയുന്നുണ്ട്: നോക്ക്, നീ കാണുന്നില്ലേ ആ കുഞ്ഞിൻ്റെ അടുത്ത് മരണവേദന അനുഭവിക്കുന്ന നമ്മുടെ ദൈവത്തെ? ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഈ കഥയിലൂടെ നമുക്ക് തരുന്ന സന്ദേശവും അതുതന്നെയാണ്. നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ അരികിലുണ്ട്. നിനക്ക് ദുഃഖങ്ങളോ നിരാശകളോ തോൽവികളോ ഒന്നും വരുന്നില്ല എന്നല്ല, മറിച്ച് ഇവയിലെല്ലാം നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ കൂടെ ഉണ്ടാകുന്നു എന്ന പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത്. ഐ വിൽ ബി വിത്ത് യു ടിൽ ദ എൻഡ് ഓഫ് ദ ടൈംസ്. ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതെ, ദൈവം നമ്മെ അത്രമേൽ സ്നേഹിക്കുന്നു. ഇടയന്മാർക്ക് വഴികാട്ടിയായ നക്ഷത്രത്തെ പോലെ ഇരുളിലായവർക്ക് വെളിച്ചമേകുവാൻ നമുക്ക് ഇടയാകട്ടെ. നിരാശയിലും ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ഉറപ്പോടും പ്രത്യാശയോടും കൂടെ ഈ ക്രിസ്തുമസിനെയും വരുന്ന പുതുവർഷത്തെയും നമുക്ക് വരവേൽക്കാം. വി വിഷ് യു എ മെറി ക്രിസ്മസ് ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ.